2040 ലോകം കൊളാപ്സ് ആകുമോ? എക്സിറ്റ് പ്ലാൻ ഉണ്ട്. ഇന്ന് ടെക്നോളജി വളരുന്നത് പണ്ടത്തേക്കാൾ 10 മടങ്ങ് വേഗത്തിലാണ്. ഒരു 50 കൊല്ലം മുൻപ് സ്വപ്നം കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ഇന്ന് നമുക്ക് നോർമലാണ്. അതായത് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളുമായിട്ട് ഈ സമയം ഈ നിമിഷം നമുക്ക് സൂമിലൂടെയോ വാട്സപ്പിലൂടെയോ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയും. നമ്മളത് 50 കൊല്ലം മുമ്പ് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് പലർക്കും തോന്നും ഫ്യൂച്ചർ ഇതിനേക്കാൾ അടിപൊളിയായിരിക്കും എന്ന്. എന്നാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. സയൻസ് പറയുന്നത് നേരെ തിരിച്ചാണ്. 2040ഓടെ ഹ്യൂമൻ സൊസൈറ്റി വലിയൊരു തകർച്ച അഥവാ കൊളാപ്സ് നേരിടുമെന്നാണ് സയൻസ് നൽകുന്ന മുന്നറിയിപ്പ്. ഇത് ആദ്യമായി പറഞ്ഞത് 1972 MIT പുറത്തുവിട്ട ഒരു ഗംഭീരമായ പഠനത്തിലാണ്. എന്നാൽ ഇത് 50 കൊല്ലം മുമ്പുള്ള ഒരു പഴഞ്ചൻ സ്റ്റഡിയല്ലേ, ലോകം ഒരുപാട് മാറിയില്ലേ എന്നൊന്നും കരുതണ്ട കേട്ടോ. 2020 റിസർച്ചറായ ഗായ ഹാരിങ്ടൺ ഇപ്പോഴുള്ള ഡാറ്റകൾ വെച്ച് ഒത്തുനോക്കിയപ്പോൾ കണ്ടത് അന്ന് MIT പ്രെഡിക്റ്റ് ചെയ്ത അതേ വഴിയിലാണ് കഴിഞ്ഞ 50 വർഷം ലോകം മുന്നോട്ട് പോയത് എന്നാണ്. എന്താ അതിനർത്ഥം എന്ന് വെച്ചാൽ ഇതേ ട്രെൻഡിൽ തന്നെ ലോകം പോയാൽ 2040ഓടെ ഗ്ലോബൽ സിസ്റ്റംസ്, അതായത് ഫുഡ്, ഇക്കണോമി, വാട്ടർ, എനർജി, എൻവയൺമെൻറ്റ് എല്ലാം തകരുന്നത് നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണേണ്ടി വരും എന്നർത്ഥം. ഫുഡ് പ്രൊഡക്ഷൻ കുറയും, വില കുത്തനെ കൂടും, അൺഎംപ്ലോയ്മെൻറ്റ് രൂക്ഷമാകും, വെള്ളം, എനർജി എന്നിവയുടെ ലഭ്യത കുറയും, കാലാവസ്ഥ കൂടുതൽ അൺപ്രഡിക്റ്റബിൾ ആകും. ഇപ്പം തന്നെ നമുക്കറിയാം, മഴക്കാലത്തല്ല മഴ പെയ്യുന്നത്, തുലാവർഷത്തിലല്ല ഉണ്ടാകുന്നത്. ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആകും. ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ആങ്ഷൈറ്റി, ഡിപ്രഷൻ പോലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വർദ്ധിക്കും, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. റിസോഴ്സുകൾക്ക് വേണ്ടി വ്യക്തികൾ മുതൽ രാജ്യങ്ങൾ വരെ തമ്മിൽ സംഘർഷം ഉണ്ടാകുമെന്നാണ് പഠനത്തിൽ പറയുന്നത്. ഇതൊരു അപ്പോക്കാലിപ്സ് അല്ല, മറിച്ച് സ്മൂത്ത് കൊളാപ്സ്, പതുക്കെ സ്റ്റഡിലി സിസ്റ്റംസ് ഫെയിൽ ആകുന്ന ഒരു കാലം. അതാണ് വെറും 15 വർഷങ്ങൾക്കപ്പുറം നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഈസ് ദർ എ വേ ഔട്ട്? ഉണ്ട്. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മാറേണ്ടി വരും. ഇവിടെയാണ് വേദങ്ങളിലെ ഗൈഡൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. വേദങ്ങൾ പറയുന്ന സൊല്യൂഷൻ എന്താണ്? കൺസ്യൂമറിസത്തിൽ നിന്ന് സെൽഫ് സാറ്റിസ്ഫാക്ഷനിലേക്ക് നീങ്ങുക. കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയത് കൊണ്ടോ ഇൻസ്റ്റൻ്റായി സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവഴിച്ചത് കൊണ്ടോ ഒരു കാര്യവുമില്ല. കൺസ്യൂമറിസം എന്ന് പറയുന്നത് വലിയൊരു ഭയാനകമായൊരു വസ്തുവാണ്. ധാരാളമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, അതുകൊണ്ട് നമുക്കൊരു നേട്ടവും ഇല്ല. മറിച്ച് ഇൻസ്റ്റൻ്റായി സന്തോഷം തരുന്ന കാര്യങ്ങളിൽ സമയം ചെലവഴിച്ചു കൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കൺസ്യൂമറിസത്തിൽ നിന്നും അല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്, മറിച്ച് സെൽഫ് സാറ്റിസ്ഫാക്ഷനിലേക്ക് നമ്മൾ മാറാൻ സമയമായി. ലോങ് ലാസ്റ്റിംഗ് ആയ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല, മറിച്ച് ലോങ് ലാസ്റ്റിംഗ് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമതായിട്ട് മൈൻഡ് കെയർ ആണ് ജീവിതത്തിൻ്റെ ബേസ് എന്നതാണ് വേദത്തിൻ്റെ രണ്ടാമത്തെ ലെസൺ. ഇന്ന് നമ്മുടെ ന്യൂസ് പേപ്പറോ ന്യൂസ് ചാനലുകളോ നോക്കുമ്പോഴെല്ലാം നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ ഒപ്പമുള്ളവരെ ആക്രമിച്ച് കൊല്ലുന്ന ന്യൂസുകൾ നമുക്ക് കാണാൻ പറ്റും. സൊസൈറ്റിയുടെ മെൻ്റൽ ഹെൽത്ത് മോശമായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ വേദങ്ങളിലാകട്ടെ മെൻ്റൽ കൺട്രോൾ, മെൻ്റൽ പീസ്, ഫോക്കസ് എന്നതിനൊക്കെയുള്ള പ്രാക്ടീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? നേച്ചർ ഈസ് ഈക്വൽ ടു ഫാമിലി എന്നതാണ് വേദങ്ങളുടെ കാഴ്ചപ്പാട്. വേദങ്ങളിൽ തന്നെ നമുക്ക് ഭൂമി സൂക്തം, നദീ സൂക്തം, വനസൂക്തം തുടങ്ങിയ നിരവധി സൂക്തങ്ങളുണ്ട്. ഇത് പറയുന്നത് വാട്ടർ, സോയിൽ, എയർ, ഫോറസ്റ്റ് എന്നിവയുടെ എല്ലാം കൺസർവേഷനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വേദം പറയുന്നത് വി ആർ നോട്ട് എ പാർട്ട് ബട്ട് എ പാർട്ട് ഓഫ് ദി നേച്ചർ എന്നാണ്. വേദങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് ഇത്രയും ഭംഗിയായി നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മളത് കാണാതെ പോകരുത്. നാലാമത്തെ കാര്യം കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നുള്ളതാണ്. ജെൻസിയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രഗിൾ എന്നത് സോഷ്യൽ ഐസൊലേഷൻ ആയിട്ടാണ് പറയുന്നത്. ഇതിനുള്ള സൊല്യൂഷനും വേദങ്ങളിലുണ്ട്. സംഘടനാ സൂക്തം, സത്സംഗം പോലുള്ള പ്രാക്ടീസുകൾ യൂത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി ഫീലിംഗ് തിരികെ നൽകും. ചുരുക്കത്തിൽ 2040 ഒരു ഭീഷണിയാണ്, പക്ഷേ അതൊരു വാണിംഗ് കൂടിയാണ്. നാം ഇപ്പോൾ തന്നെ മാറിയാൽ ടെക്നോളജിയും ആൻഷ്യൻ്റ് വിസ്ഡവും ഒന്നു ചേർത്ത് ഒരു സ്ട്രോങ്, സ്ട്രെസ് ഫ്രീ, ഈക്കോ ഫ്രണ്ട്ലി ഫ്യൂച്ചർ ഉണ്ടാക്കാൻ
നമുക്ക് സാധിക്കും. വേദങ്ങൾ വെറും പഴംപുരാണങ്ങളല്ല, പൂജയോ മന്ത്രവാദമോ ഒന്നുമല്ല. ഇന്നത്തെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ട ഒരു സർവൈവൽ മാനുവലാണെന്ന് തിരിച്ചറിയുക. നമസ്തേ.